ഞാൻ ഡോക്ടർ നെൽസൺ, ഇവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഹോസ്പിറ്റലിലെ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന സർജറീസും അതേപോലെ പ്രൊസീജിയേഴ്സിനെ പറ്റിയ ഒരു വീഡിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മേജറായിട്ട് സർജറീസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒന്നാണ് അഡിനോയിഡെക്ടമി. അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു സർജറി. അപ്പോൾ നമ്മൾ ഇത് കൂടുതലും ചെയ്യുന്ന കുട്ടികൾക്കാണ്. നമ്മൾ ഈ മൂക്കിനുള്ളിലുള്ള ദശ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് ഈ അഡിനോയിഡ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് കൂടുതൽ രാത്രി വാ തുറന്ന് കിടക്കുക, കൂർക്കം വലി, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വിഷമം. ഈ അഡിനോയിഡ് എന്ന് പറഞ്ഞ ടിഷ്യൂ നമ്മുടെ മൂക്കിൻ്റെ പുറകിലായിട്ട് ഇരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പം നോർമലി നമുക്ക് എല്ലാവർക്കും ഈ ടിഷ്യൂ ഉണ്ട്. ഒരു 3 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു 8 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ചുരുങ്ങി പോകേണ്ടതാണ്. ചിലർക്ക് അത് തന്നെ ചുരുങ്ങി പോകാതെ വലുതായിരുന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ഈ സർജറി ചെയ്യേണ്ടി വരുന്നത്. ഇവയുടെ കൂടുതൽ ഇൻഫെക്ഷൻസും പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യം മരുന്ന് കൊണ്ട് ചെയ്ത് നോക്കി ചില സ്പ്രേ, മൂക്കിലടിക്കുന്ന സ്പ്രേ ഒക്കെ ചെയ്തിട്ട് കുറവ് കിട്ടാത്തവർക്കാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് ബോധം കെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വാ തുറന്ന് വെച്ചിട്ട് എൻഡോസ്കോപ്പ് ഉപയോഗിക്കും. മൂക്കിനുള്ളിലൂടെ നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കുഴൽ പോലത്തെ ഒരു ട്യൂബ്, അത് മൂക്കിനുള്ളിലൂടെ ഇട്ട് അത് ക്യാമറയായിട്ടും അറ്റാച്ച്ഡ് ആണ്, അത് TV-യിലേക്കുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് TV-യിൽ കാണാം നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്നുള്ളത്. അപ്പം മൂക്കിനുള്ളിലൂടെ ഇട്ട് ഇതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കാനും നമ്മൾ സർജറി ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം ഇനി ബാക്കിയുണ്ട് എന്നൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്നതാണ്. സാധാരണ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. അധികം വേദനയും അധികം ബുദ്ധിമുട്ടില്ലാത്ത സർജറിയാണ്. പിന്നെ രണ്ടാമത്തേതാണ് ടോൺസിലെക്ടമി. ഈ ടോൺസിലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് മരുന്നുകൊണ്ട് മാറാതെ പിന്നെയും ടോൺസിൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ സർജറി ചെയ്യുന്നത്. അതും ഇതേപോലെ അനസ്തീഷ്യ കൊടുത്ത്, ജനറൽ അനസ്തീഷ്യ കൊടുത്ത് ബോധം കെടുത്ത് ചെയ്യുന്ന സർജറിയാണ്. അപ്പം അതും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. ഇനി അടുത്തതാണ് മൂക്കിൻ്റെ പാലത്തിൻ്റെ സർജറി. നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പോൾ അതിനും എൻഡോസ്കോപ്പ് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് മൂക്കിൻ്റെ ഉള്ളിലുള്ള പാലത്തിൻ്റെ വളവ് എത്രത്തോളം ഉണ്ട്, സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഇനിയും പാലത്തിൻ്റെ വളവ് റെഡിയാക്കാനുണ്ട് എന്നൊക്കെ അസസ് ചെയ്യാനൊക്കെ ആയിട്ട് എൻഡോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ ഈ നാക്കിൻ്റെ കെട്ട് റിലീസ് ചെയ്യുന്ന സർജറി, അല്ലെങ്കിൽ ടങ് ടൈ സർജറീസ്. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബോധം കെടുത്തി ചെയ്യേണ്ടി വരും, അനസ്തീഷ്യ കൊടുത്ത് ബോധം കെടുത്തി. വലിയവർക്കൊക്കെ ആകുമ്പോൾ ഒരു 8 വയസ്സ് അത് കഴിഞ്ഞ് വലിയ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമുക്കത് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ചില സർജറീസ്, അപ്കമ്മിങ് ആയിട്ട് വരുന്ന സർജറീസ്, ഒന്ന് നമ്മുടെ മൂക്കിൻ്റെ സൈനസസിൻ്റെ അകത്തുള്ള സർജറീസ്, ഫെസ് എന്ന് പറയും, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അപ്പോൾ അത് ഈ സൈനസസിനകത്ത് ദശയുടെ പ്രശ്നങ്ങൾ, അപ്പോൾ അത് മരുന്നുകൊണ്ട് മാറാതിരിക്കുന്നവർക്ക് ചെയ്യുന്ന സർജറിയാണ്. മൂക്കിനുള്ളിലുള്ള ദശയ്ക്കും ഒക്കെ ആയിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് നമുക്ക് ഈ അപ്കമിങ് ആയിട്ട് വരുന്ന അടുത്ത സർജറിയാണ് ചെവിയുടെ ടിമ്പാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേപോലെ ചെവിയുടെ പാടയ്ക്ക് കിടുത്ത് വീണ് അപ്പം അത് കുറേ നാളായിട്ടും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക, ഹോൾ അടയാതിരിക്കുക, അങ്ങനത്തെ ഉള്ളവർക്ക് കിടുത്തെ അടയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. അത് മൈക്രോസ്കോപ്പിൻ്റെ കീഴിലായിട്ട് ചെയ്യുന്ന സർജറിയാണ്. ഇനി നമുക്ക് അടുത്തത് മൈനറായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നോക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ ചുണ്ട് ബന്ധപ്പെട്ടുള്ള സർജറീസ്. അത് ചുണ്ടിൽ നമ്മൾ ഈ ചില തടിപ്പുകൾ വരാം, അത് മ്യൂക്കോസ് റീറ്റൻഷൻ സിസ്റ്റം എന്ന് പേര് പറയും. അത് ഈ ഉമ്മന്തിരി ഗ്രന്ഥികൾ, ചെറിയ ഉമ്മന്തിരി ഗ്രന്ഥികൾ നമ്മുടെ ചുണ്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂബ് ബ്ലോക്കായി അതൊരു ബലൂൺ പോലെ വീർത്ത് വരുന്ന ഒരവസ്ഥയാണ് മ്യൂക്കോസ് റീറ്റൻഷൻ സിസ്റ്റം. ചിലർക്ക് അത് തന്നെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോകാതെ കുറേ നാളായിട്ട് ഇരിക്കുന്നവർക്കാണ് നമുക്ക് ആ ഭാഗം മരവിപ്പിച്ചിട്ട് നമുക്ക് സർജറി ചെയ്യേണ്ടി വരുന്നത്. ലോക്കൽ അനസ്തീഷ്യയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സർജറി ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൽ തന്നെ വീട്ടിൽ പോകാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തതാണ് ചെവിയുടെ. അപ്പോൾ ചെവിയുടെ ഇയർ ലോബ്, നമ്മുടെ ഈ പലരും കാത് കുത്തി അത് പിന്നീട് ഇയറിംഗ് ഒക്കെ അത് കിടന്ന് കീറിപ്പോയിട്ട് അത് റിപ്പയർ ചെയ്യുന്ന സർജറി, നമുക്ക് കാതിൻ്റെ ഷേപ്പ് റെഡിയാക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. അപ്പോൾ അത് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. അത് ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിൽ തന്നെ പോകാനും പറ്റും. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ് ചെവിയുടെ കാത് കുത്തുന്നത്. അടുത്തതാണ് നമുക്കിപ്പോൾ ഓറൽ ക്യാവിറ്റി ലീഷൻസിൽ, അതായത് വായ്ക്കകത്തുള്ള തടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഗ്രോത്തുകൾ. അപ്പോൾ അതിൻ്റെ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നാക്കിലാവാം, കവിളത്താവാം, വായ്ക്കകത്ത് എവിടെയെങ്കിലും. അപ്പോൾ അത് സർജറി ചെയ്ത് മാറ്റുക. അതേപോലെ ബയോപ്സി ചെയ്യുക, അതെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ആ ഭാഗത്തെ മരവിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളതിവിടെ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ചെവിയിൽ ഇപ്പം കാത് കുത്തിയിട്ട് അത് പഴുത്തു, അപ്പോൾ പഴുത്തിട്ട് തൊലി വന്ന് കവറായി ഇമ്പാക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ മരവിപ്പിച്ച് നമുക്ക് ആ സ്റ്റഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മൈനറായിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. പിന്നെ കാത് കുത്തുന്ന കാര്യം അത് 2 രീതി ചെയ്യാം. കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ കൂടുതൽ ഗൺ ഷോട്ട് ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്.
അപ്പോൾ വലിയവർക്കാകുമ്പോൾ നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. നീഡിൽ ഉപയോഗിച്ച് ഭാഗം ചെറുതായിട്ട് മരപ്പിച്ച് നീഡിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊസീജിയേഴ്സ്, നമ്മൾ OPD-യിലൊക്കെ നോർമലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ എൻഡോസ്കോപ്പി നമ്മുടെ OPD-യിൽ ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് എൻഡോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുഴൽ പോലത്തെ ഒരു കാര്യം, നമ്മളത് ക്യാമറയായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ TV സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാം. അപ്പം അത് ഒന്ന് മൂക്കിൻ്റെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ മൂക്കിനകത്ത് പാലത്തിൻ്റെ വളവുണ്ടോ, മൂക്കിനകത്ത് ദശയുടെ പ്രശ്നമുണ്ടോ, ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൂക്കിനുള്ളിലേക്ക് ഈ എൻഡോസ്കോപ്പ് കടത്തിയിട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ അതേപോലെ മൂക്കിനകത്ത് ഇപ്പോൾ ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പം മൂക്കിനകത്ത് ഏതെങ്കിലും ബ്ലീഡിങ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് എൻഡോസ്കോപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് അത് ആ ഭാഗങ്ങളെ കരിയിക്കാൻ പറ്റും, കോട്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് നമ്മൾ ബന്ധപ്പെട്ട് തൊണ്ടയുടെയൊക്കെ നോക്കാൻ. ഇപ്പം പലർക്കും തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന ഒരവസ്ഥ, ഇപ്പോൾ ഫോറിൻ ബോഡി സെൻസേഷൻ എന്ന് പറയുന്നത് തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്നു എന്ന് പറയുന്ന കംപ്ലയിൻസ് പറയുന്നത് പലരും വരാറുണ്ട്. അപ്പോൾ ആ പ്രശ്നം കുറേ നാളായിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വായിക്കകത്തോട്ട് ഈ എൻഡോസ്കോപ്പ് ഇട്ടിട്ട് നമ്മൾ ക്യാമറ വെച്ച് നോക്കി എന്തെങ്കിലും തടുപ്പുണ്ടോ അതോ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നീട് ഉള്ളതാണ് നമ്മൾ ഈ ചെവി ബന്ധപ്പെട്ട്. ചെവിയുടെ ഇതേപോലെ ചെവിക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലംസായി പഴുപ്പും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എത്രത്തോളം പ്രശ്നമുണ്ട് എന്നൊക്കെ നോക്കാൻ എൻഡോസ്കോപ്പി വെച്ച് ക്യാമറ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് എൻഡോസ്കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മുടെ OPD-യിൽ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് അത് ഈ ഫോറിൻ ബോഡി റിമൂവ് ചെയ്യും. ഇപ്പോൾ മൂക്കിനകത്ത് പിള്ളേരൊക്കെ ആകുമ്പോൾ മുട്ടിയിട്ട് വരിക, അല്ലെങ്കിൽ ഫോറിൻ ബോഡി ഇട്ട് വരുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിമൂവൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതാണ്. പിന്നെ ചെവിക്കകത്ത് ഇതേപോലെ മുത്തിടുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ ഇൻസെക്ട്സ് കയറുക, അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തൊണ്ടയിൽ മീൻമുള്ള് കൂടി വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിമൂവൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വാക്സ് നമ്മൾ ചെവിക്കകത്ത് വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യുക, ചെവിയുടെ പഴുപ്പും പ്രശ്നങ്ങൾ സക്ഷൻ ചെയ്ത് ക്ലിയർ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. താങ്ക് യു.